ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. ലീനയുടെ സംസാരം കേൾക്കുന്നതും ഷെൻഷൻ ആ ഫയൽസ് എല്ലാം എടുത്ത് അവിടുന്ന് പോകുന്നു. ഇവിടെ ബോക്സ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ അത് കേൾക്കുന്നു. എത്ര തന്നെ ട്രൈ ചെയ്തിട്ടും പിച്ച് ശരിയാവുന്നില്ല. കൂടെ ചുമയും കൂടെ വരുന്നതും അവൻ ദേഷ്യത്തിൽ പിയാനോയിൽ ഇടിക്കുന്നു. ഷെൻഷൻ ഇപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ബോക്സു എത്ര നേരമായി നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ പോയി വെള്ളം എടുത്ത്, നീ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാവുമായിരിക്കാം. നിനക്ക് തൊണ്ടവേദനയുണ്ട്, കുറച്ചായിട്ട് നിനക്ക് ചുമയും ഉണ്ട്. നീ തന്നെ നിന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? ഈ ചാൻസ് നിനക്ക് സീറോവിന് വിട്ടുകൊടുത്തൂടെ? ഈ കോൺസേർട്ട് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് അവള് ചോദിക്കുന്നു. അവന് പാടാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പാടിക്കൂടാ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഇത് അഭിനയമൊന്നും അല്ലല്ലോ, നിന്റെ വോയിസിന് ഇത്ര പിച്ചുള്ള സോങ് സെറ്റ് ആവുന്നില്ല, നിനക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല എന്ന് ഷെൻഷൻ പറയുന്നതും ബോക്സു, നീ ചിന്തിക്കുന്നത് സീറോ എന്നേക്കാൾ ബെറ്റർ ആണെന്നാണ്. ഇതൊരു പ്രൊഫഷണൽ കോൺടെസ്റ്റ് ഒന്നും അല്ലല്ലോ, ചിലപ്പോ ആളുകൾക്ക് ഞാൻ പാടുന്ന രീതിയും ഇഷ്ടമായേക്കാം എന്ന് പറയുന്നു. എന്നാൽ ഈ കേസ് ജഡ്ജ് ചെയ്യാൻ നമുക്ക് ഒരാളുടെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് ഷെൻഷൻ ബോക്സുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മിസ്റ്റർ ഗുവിന്റെ അടുത്തേക്കാണ്. മിസ്റ്റർ ഗു ഷെൻഷന് ഫുഡ് കൊണ്ട് കൊടുത്ത്, നീ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോഴാണ് ബോക്സ് അവിടെയുള്ള ഒരു ഫയൽ എടുത്ത് അമ്മാനെ ആടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അത് പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട്, ഇവിടെയുള്ള സാധനങ്ങളൊന്നും നീ തൊട്ടുപോകരുത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ച് ഷെൻഷനോടും അതേ കാര്യം, നീ എന്തിനാ ഇവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ചോദിക്കുന്നു. ആക്ച്വലി ഞങ്ങൾ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യത്തിൽ അഭിപ്രായം ശരിയാവുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം കേൾക്കണം എന്ന് ഷെൻഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ബോക്സു, ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് കണ്ട് ഷെൻഷൻ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, പാടാൻ നോക്ക് എന്ന് ബോക്സുവിനോട് പറയുന്നു. ബോക്സു ഇപ്പൊ പാടുന്നു. നാലാമത്തെ ലൈൻ എത്തുന്നതും ഒരുമാതിരി ആട് കരയുന്ന പോലെ ആയതും, അയ്യോ നിർത്ത്, ഉജ്ജ്വലമായിട്ടുണ്ട്, പ്രത്യേകിച്ച് നിന്റെ ഹൈ പിച്ച് വോയിസ്. എന്താ ഇപ്പൊ പറയാ, ഈ തയ്യൽ മെഷീനൊക്കെ ഓണാക്കിയ പോലെ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട്, ഞാൻ നിന്റെ മ്യൂസിക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനേ പറയൂ എന്ന് മിസ്റ്റർ ഗു പറയുന്നു. ഷെൻഷനും, എനിക്കും അത് തന്നെയാ തോന്നുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ സൗണ്ടിന് ഈ ഹൈ പിച്ച് വോയിസ് ഒന്നും സെറ്റ് ആവുന്നില്ല എന്നുള്ള കാര്യം എന്ന് പറയുന്നു. മിസ്റ്റർ ഗുവും ഷെൻഷന്റെ കൂടെ ചേർന്ന് ബോക്സുവിനെ കളിയാക്കുന്ന രീതിയിൽ കമന്റ്സ് പറയുന്നു. അവന് ദേഷ്യം വന്നിട്ട്, ഈ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? എന്നെ കളിയാക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങളെടുത്ത് ഈ എനർജി നിങ്ങളെ കുക്കിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഡിഷൊക്കെ വേറെ ലെവലായനെ. എന്ത് വൃത്തിയായിട്ട സാധനങ്ങളാണ് നിങ്ങൾ ഇവിടെ കുക്ക് ചെയ്യുന്നത്? നിങ്ങൾ കുക്ക് ചെയ്തുണ്ടാക്കിയ മഹാത്ഭുതം ബേസിൽ എനിക്ക് പറയാൻ പറ്റും, നിങ്ങളൊന്നും ഒരു കാലത്തും ഒരു മിറാക്കിളും കാണിക്കാൻ പോകുന്നില്ല എന്ന്. നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്കൊന്നും അറിയില്ല എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് ഈ മ്യൂസിക് എന്നുള്ളത്. ഈ തേഞ്ഞ കുക്കിംഗ് സ്കില്ലും വെച്ച് നിങ്ങൾക്ക് ഇത്ര കാലം ഈ റെസ്റ്റോറന്റ് ഓടിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എന്റെ സ്വപ്നത്തിന്റെ പുറകെ പൊക്കൂടാ എന്ന് ആളരെക്കൊണ്ട് ബോക്സ് ചോദിക്കുന്നു. ഇത് കേട്ട് മിസ്റ്റർ ഗു, ഒരിക്കലും നടക്കാത്തത് സ്വപ്നമല്ല, മറ്റുള്ള ആളുകളുടേതൊക്കെ സ്വപ്നമാണെന്ന് പറയാം, എന്നാൽ നിന്നെ പോലെ ഒരു ഇഡിയറ്റിന്റേത് സ്വപ്നമല്ല, പകൽ സ്വപ്നം മാത്രമാണ്. ദേഷ്യത്തിൽ ഇതും പറഞ്ഞ് മിസ്റ്റർ ഗു എഴുന്നേറ്റ് പോയി ബ്ലാക്ക് കാർഡ് കൊണ്ട് കൊടുത്ത് അവനോട് പോകാൻ പറയുന്നു. ബോക്സ് അവന്റെ പോക്കറ്റിൽ നിന്ന് മിസ്റ്റർ ഗു അന്ന് കൊടുത്ത ബ്ലാക്ക് കാർഡ് എടുത്ത് ടേബിളിൽ വെച്ച്, എക്സ്ക്യൂസ് മീ, എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് എന്ന് പറയുന്നതും മിസ്റ്റർ ഗു അത് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇത് കേട്ട് ബോക്സു, എന്ത് കാർഡൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനാ എന്ന് ചോദിച്ചാൽ ആദ്യം കിട്ടിയ കാർഡും ഇപ്പൊ കിട്ടിയ കാർഡും തമ്മിൽ നോക്കുന്നു. ഇപ്പൊ കിട്ടിയതിൽ തെറിയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് കാര്യമായിട്ട് അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നതും ഇവൻ ഇറങ്ങി പോവാതിരിക്കുന്നത് കണ്ട് മിസ്റ്റർ ഗുവിന് ഭ്രാന്തായി അവന്റെ ചെയർ പിടിച്ച് വലിക്കുന്നു. ബോക്സ് നല്ല അന്തസ്സായിട്ട് മൂടും കുത്തി വീഴുന്നു. ബോക്സു, എന്നെ ഇങ്ങനെ വലിച്ചിടൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു. ഷെൻഷൻ അവനെ എഴുന്നേപ്പിക്കാൻ നോക്കുന്നതും, എന്നെ തൊടുവൊന്നും വേണ്ട, എന്നെ പിടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ തന്നെ എഴുന്നേറ്റോളാം എന്ന് പറയുന്നു. എന്തായാലും നിങ്ങളുടെ ബ്ലാക്ക് കാർഡിന് നന്ദിയുണ്ട്, ഞാനിത് രണ്ടും കൊണ്ടുപോവാണേ എന്ന് പറഞ്ഞ് ബോക്സ് ആ ബ്ലാക്ക് കാർഡും എടുത്തു പോകുന്നു. പുറകെ തന്നെ ഷെൻഷനും പോകുന്നു. അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഷെൻഷൻ, മിസ്റ്റർ ഗുവും നോ പറഞ്ഞു, നമുക്ക് നിന്റെ മ്യൂസിക് സ്റ്റൈൽ ഒന്ന് മാറ്റിയാലോ, ഈ റാപ്പ് മ്യൂസിക് ഒക്കെ പിടിച്ചാലോ, ചിലപ്പോ ഇത് നല്ലൊരു വഴിയായിരിക്കും, നിനക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും, ഈ ഹൈ പിച്ച് വോയിസിന്റെയും വൈഡ് റേഞ്ചിന്റെയും ഒന്നും പ്രശ്നം വരില്ല എന്ന് പറയുന്നു. ബോക്സു, നീ ഇപ്പൊ ഉദ്ദേശിച്ചത് ഞാൻ നന്നായിട്ട് പാടില്ല എന്നല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് റാപ്പ് പാടാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ, ഈ റാപ്പ് പാടാനും കഴിവ് വേണം കേട്ടോ, നീ അത് പാടാറുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് ഡെമോ കാണിച്ചു കൊടുക്കുന്നു. ബോക്സു അവളുടെ മാരക കഴിവ് കണ്ട്, ഇത് കടിക്കുവോ എന്നുള്ള രീതിയിൽ നോക്കുന്നു. അടങ്ങിയിരിക്കാൻ നോക്കുന്നു. നിന്റെ തല എവിടെയെങ്കിലും ഇടിച്ചോ എന്ന് ചോദിച്ചാൽ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവന്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ തന്നെ യാനുണ്ട്. അവൾ അവന്റെ അടുത്തേക്ക് വരുന്നതും ബോക്സ് ചോദിക്കുന്നത്, നീ എന്തിനാ വന്നേന്നാണ്. ഞാനതിന് ഉത്തരം കൊടുക്കാൻ നിൽക്കുന്നതും ഷെൻഷൻ അങ്ങോട്ടേക്ക് വരുന്നു. അവള് ഷെൻഷനോട് ഹായ് പറഞ്ഞ്, നിങ്ങൾ ബിസി ആയിരുന്നോ? ഞാൻ നിന്റെ കൂടെ ഡിന്നർ കഴിക്കണമെന്നാ വിചാരിച്ചേ, നീ ബിസി ആണെങ്കിൽ വേറൊരു തവണ നോക്കാം, ഞാൻ നിന്നെ കണ്ടപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്, ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത കുറച്ച് ലൈവ് ഹിപ്പ് ഹോപ്സ് ആണ്, അമേരിക്കയിൽ ഒരുപാട് ക്ലബിൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് ബോക്സുവിന് ഒരു USB കൊടുക്കുന്നു. ബോക്സ് താങ്ക്സ് പറയുന്നു.
താങ്ക്സ് മാത്രമേ ഉള്ളോ, വേറെ ബോണസ് ഒന്നും ഇല്ലേ? എനിക്കൊരു ഹഗ് തരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്നു. ബോക്സ് വേണ്ടാന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്ക് ഞാൻ അവനെ ഹഗ് ചെയ്യുന്നു. അവൻ പെട്ടെന്ന് ഷെൻഷനെ ഒന്ന് നോക്കി പ്രതിമ പോലെ നിൽക്കുവാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഡിന്നർ കഴിക്കാം, ഇപ്പൊ ഞാൻ പോകുവാണ് എന്ന് ഞാൻ പറയുന്നു. ബോക്സും ഓക്കെ പറയുന്നു. ബായ് പറഞ്ഞ് അവള് പോകുന്നതും എന്നാ പിന്നെ ഞാനും പോകുവാണ്, നെക്സ്റ്റ് ടൈം നോക്കാം എന്ന് പറഞ്ഞ് ഷെൻഷൻ പോകുന്നതും ബോക്സ് നിൽക്കാൻ പറഞ്ഞ് അല്ല നീ എന്തിനാ പോകുന്നേ എന്ന് ചോദിക്കുന്നു. എന്റെ കയ്യിൽ USB ഒന്നുമില്ല എന്ന് അവള് റിപ്ലൈ കൊടുക്കുന്നു. ബോക്സ് അവളെ ഒന്ന് നോക്കി നീ മ്യൂസിക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമുക്ക് ഒരുമിച്ച് ഇത് കേൾക്കാം എന്ന് പറഞ്ഞ് അവളെയും പിടിച്ചോണ്ട് പോകുന്നു. അവരിപ്പോ സോങ്സ് കേൾക്കുവാണ്. ഷെൻഷൻ മനസ്സില് എന്റെ ദൈവമേ, ഇത്ര കാലമായിട്ട് ഇവൻ ഇത്ര ഹാൻഡ്സം ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവൻ കാരണം ഞാൻ ഇനി രോഗിയായോ? ആദ്യം എന്താ എനിക്ക് ഇങ്ങനെയൊന്നും തോന്നാതിരുന്നേ. എന്തു ഭംഗിയായി ഇവനെ കാണാൻ, മ്യൂസിക്കിൽ മുഴുകിയിരിക്കുമ്പോ എന്തൊരു ചാമിങ് ആണ്. എന്റെ ദൈവമേ എന്നും പറഞ്ഞ് ബോക്സുവിനെ അന്തസ്സായിട്ട് വായ നോക്കിക്കൊണ്ടിരിക്കുവാണ് അവള്. ഈ ടൈമിലാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്. നീ എന്താ ചെയ്യുന്നേ എന്നവൻ ചോദിക്കുന്നു. ഷെൻഷനാണേലും ഇളിച്ചു നിൽക്കുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ അവൾ എന്ത് പറയാനാ, വായ നോക്കി എന്നൊക്കെ പറയാൻ പറ്റുമോ? ബോക്സു നീ ഇപ്പൊ എന്നെ നോക്കിയപ്പോ എനിക്കെന്തോ വ്യത്യാസമായിട്ട് തോന്നി. ആ മനസ്സിലായി, ഞാൻ ഹാൻഡ്സം ആണെന്നല്ലേ നീ ഇപ്പൊ ഇരുന്ന് ചിന്തിച്ചേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഞാൻ നിന്റെ മുഖത്തൊരു കുത്ത് കണ്ടു, നോക്കിയപ്പോൾ അത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ഷെൻഷൻ രക്ഷപ്പെടുന്നു. എന്നിട്ട് അവൾ അവളോട് തന്നെ എന്റെ ഷെൻഷ നീ എന്താ ഇങ്ങനെ, നിനക്ക് വട്ടാണോ? സീറോ ആയിട്ടുള്ള ലവ് ഇപ്പൊ പൊട്ടി പാളീസ് ആയിട്ടല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിലാണോ ഇനി ഇതൂടെ? കിട്ടില്ല എന്ന് ഉറപ്പുള്ളതിനോട് നിനക്ക് എന്താ ഇത്രയ്ക്ക് അഡിക്ഷൻ? സീറോവിനൊക്കെ പിന്നെ നോക്കായിരുന്നു. ബോക്സുവോ നീയും അവനും തമ്മിൽ ഒരു സാധ്യതയുമില്ല. സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്ക് ഷെൻഷ എഴുന്നേക്ക് എന്നും പറഞ്ഞ് അവള് വെള്ളം കുടിക്കുന്നു. ബോക്സു ഈ സോങ് നന്നായിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ യെസ് പറയുന്നു. ബോക്സു എനിക്കും തോന്നി ഇതെനിക്ക് ചേരുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇവിടെ കമ്പനിയിലെ ഡയറക്ടർ നൻ ഹാർട്ട് സിമ്പിളുള്ള ആ 2 കപ്പ് കൊണ്ട് ഡയറക്ടർ യുവിന്റെ ഓഫീസിലേക്ക് വരുന്നു. ഡയറക്ടർ യുവിന് കപ്പ് കൊടുക്കുമ്പോൾ ഞാൻ എന്തിനാ നിന്റെ കയ്യിലുള്ള വെള്ളം കുടിക്കുന്നത്, ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് ഡയറക്ടർ യു പറയുന്നു. ഇത് കോഫിയാണ് എന്ന് പറഞ്ഞ് ഡയറക്ടർ നൻ യുവിന് കോഫി കൊടുക്കുന്നു. യു ആണെങ്കിൽ അത് താഴെ വെക്കാൻ പറയുന്നു. ഇപ്പൊ രണ്ടുപേരും കോൺസെർട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാണ്. ബോക്സുവിനെ കൊണ്ട് തന്നെ ലീഡ് എടുപ്പിക്കാനും കൂടെ സീറോവിനെ പ്രൊമോട്ട് ചെയ്യിക്കാനുള്ള തീരുമാനത്തിലെത്തുന്നു. ഇപ്പോൾ ഷെൻഷന് ഒരു മെയിൽ വരുന്നു. ബോക്സുവിന്റെ ത്രോട്ട് നോക്കണം, ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞാണ് മെയിൽ വന്നിട്ടുള്ളത്. ഇതാരായിരിക്കും എനിക്ക് അയച്ചത് എന്ന് ഷെൻഷൻ ചിന്തിക്കുന്നു. നെക്സ്റ്റ് ഡേ ഷോ നടക്കാൻ പോവാണ്. ഫാൻസ് എല്ലാവരും ഹാളിലേക്ക് വരുന്നു. മേക്കപ്പ് റൂമിൽ ബോക്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഷെൻഷനും ജെയ്സനും സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് യുവാനും സീറോ അങ്ങോട്ടേക്ക് വരുന്നു. യുവാൻ ഷെൻഷനോട് ഹെൽപ്പ് ചോദിക്കുന്നു. സീറോവിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടില്ല, സോ ബോക്സുവിന്റെ ആർട്ടിസ്റ്റിനോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയോ എന്ന് ചോദിക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ജെയ്സൺ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബോക്സുവിന്റെ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. സീറോ യുവാനോട് ഈ റൂം ബോക്സുവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, സോ ഡിസ്റ്റർബ് ചെയ്യണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞ് യുവാനെ വിളിച്ച് അവിടുന്ന് പോകുന്നു. യുവാനും ഷെൻഷനോട് ബായ് പറഞ്ഞു പോകുന്നു. ഷെൻഷൻ ബോക്സുവിനെ നോക്കുന്നു. നീ എന്തിനാ എന്നെ നോക്കുന്നത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ബോക്സ് പറയുന്നു. ജെയ്സനെ നോക്കുമ്പോൾ നീ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ബോക്സുവിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഇതിനൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ അവർ സ്റ്റേജിന്റെ പുറകിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ബോക്സുവിന്റെ ഫേസ് കണ്ട് ഷെൻഷൻ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തുണ്ടെങ്കിലും പറയണം, സ്റ്റേജിൽ കയറാൻ പോവാണ് എന്ന് പറയുന്നു. ബോക്സു ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഇപ്പൊ സീറോ വന്നിട്ട് അടുത്തത് നമ്മുടെ പെർഫോമൻസ് ആണ് എന്ന് പറയുന്നു. ബോക്സ് ഉടനെ അവനോട് നീ ആഗ്രഹിച്ച പോലെ തന്നെ ലീഡ് എടുത്തോ, എനിക്ക് ത്രോട്ട് ശരിയല്ല, ഞാൻ കോറസ് പാടിക്കോളാം എന്ന് പറയുന്നു. സീറോയും ഹാപ്പി ആയിട്ട് താങ്ക്സ് പറയുന്നു. ഇപ്പൊ പെർഫോമൻസ് തുടങ്ങുന്നു. സീറോ ലീഡ് പാടുന്നു. സീറോവിന്റെ കൂടെ കോറസിന് വേണ്ടി മാത്രം ബോക്സും പാടുന്നു. അവന് നന്നായിട്ട് തൊണ്ടവേദന എടുക്കുന്നുണ്ട്. പെർഫോമൻസ് അടിപൊളിയായിട്ട് തീരുന്നു. ഇപ്പൊ എല്ലാവരും സീറോവിനെ ഇന്റർവ്യൂ ചെയ്യുവാണ്. ബോക്സുവിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സീറോ ബോക്സു എന്റെ സീനിയർ ആണ്, എന്നെ സിംഗിങ്ങിൽ ഒരുപാട് ബോക്സു ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നല്ല രീതിയിൽ തന്നെ സീറോ ആൻസർ പറയുന്നു. സീറോവിനെ പറ്റി ഇപ്പൊ റിപ്പോർട്ടേഴ്സിനോട് പ്രസിഡന്റും സംസാരിക്കുന്നു. സീറോ ഫ്യൂച്ചറിൽ സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ ടോപ്പ് ഐഡലാവും എന്ന് നല്ല അഭിമാനത്തിൽ പറയുന്നു. പ്രസ് മീറ്റ് കഴിയുന്നു. സീറോ നന്നായിട്ട് പെർഫോം ചെയ്തത് കാരണം എല്ലാവരും ഇപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഷെൻഷൻ ആ ടൈമിൽ അങ്ങോട്ട് വന്ന് നിങ്ങൾ ആരെങ്കിലും ബോക്സുവിനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ നൻ അവൻ ആദ്യം മുതലേ ഇങ്ങനെയാണ്, ഓഫീസ് പാർട്ടിയിലൊന്നും അവൻ പങ്കെടുക്കാറില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നീ ടെൻഷൻ ആവേണ്ട, വന്ന് കേക്ക് കഴിക്കാൻ നോക്ക് എന്ന് പറയുന്നു. എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, മെസ്സേജിന് ഒന്നും റിപ്ലൈ ഇല്ല, സോ എനിക്ക് അവനെ തിരയണം എന്ന് ഷെൻഷൻ പറയുന്നു. സീറോ അവളുടെ അടുത്തേക്ക് പോയി നീ എന്താ എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്യാത്ത എന്ന് ചോദിക്കുന്നു. എനിക്ക് അവനെ കണ്ടുപിടിക്കുന്നത് വരെ ഇനി സമാധാനം ഉണ്ടാവില്ല എന്ന് ഷെൻഷൻ പറയലും സീറോ അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, ഇതൊരു വലിയ കാര്യവും അല്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നു. സോറി, എനിക്ക് നിന്റെ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നീ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. സീറോവിനാണെങ്കിൽ ഷെൻഷൻ കൈവിട്ടു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. സോ അതിന്റെ സങ്കടം അവന് നന്നായിട്ട്
ആയിട്ടുണ്ട്. ഷെൻഷൻ പെർഫോമൻസ് നടന്ന സ്റ്റേജിൽ പോയി നോക്കുന്നു. അവിടെ കുറച്ച് വർക്കേഴ്സ് അല്ലാതെ വേറെ ആരുമില്ല. കോൾ ചെയ്ത് നോക്കുന്നു, അവൻ എടുക്കുന്നില്ല. വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെയോ അവനില്ല. പെട്ടെന്ന് അവൾ അവിടുന്ന് പോകുന്നു. ടെറസിലേക്കാണ് പോകുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ബോക്സും ഉണ്ട്. അങ്ങോട്ടേക്ക് ചെന്ന് ഞാൻ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ ഇവിടെ ഉണ്ടാവുമെന്ന് എന്ന് ഷെൻഷൻ പറയുന്നു. ഈ സ്ഥലം എങ്ങനെയാ നീ കണ്ടുപിടിച്ചേ എന്ന് ബോക്സ് ചോദിക്കുന്നു. നീ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തേക്കും പോകാനായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ നീ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോ ഈ സ്ഥലം കിട്ടി. സോ ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സു ശരി, ഇന്ന് തൊട്ട് നീ എന്നെ കാണാതാവുമ്പോ ഇതേപോലെ തെരഞ്ഞു നടന്നേക്ക് എന്ന് പറയുന്നു. ഷെൻഷൻ നിന്നെ കണ്ടുപിടിക്കലാണ് എന്റെ ജോലി. സത്യത്തിൽ നിന്നെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. ദയവ് ചെയ്ത് ഇതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ചെക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. ബോക്സ് ഉടനെ നോ പറഞ്ഞു പോകുന്നത് കണ്ട് ഷെൻഷൻ നീ എങ്ങോട്ടേക്ക് ഈ സമയത്ത് പോകുന്നതെന്ന് ചോദിക്കുന്നു. എനിക്ക് എന്റെ മൈൻഡ് ശരിയാക്കണം, അതിനുവേണ്ടി നമുക്ക് പുറത്തേക്ക് പോയാലോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഷെൻഷൻ നിനക്ക് എന്താ സമയം എന്തായെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ബോക്സ് ചോദിക്കുന്നതും ഷെൻഷൻ ഒന്നും മിണ്ടാതെ മുന്നിൽ നടക്കുന്നു. പുറകെ തന്നെ ബോക്സും. അവന്റെ ഉദ്ദേശം ഡ്രൈവ് ചെയ്യലായിരുന്നു. ബോക്സ് ഡ്രൈവ് ചെയ്യുന്നത് കണ്ട് ഷെൻഷൻ ഇതുപോലൊരു റേസ് കാർ നീ എങ്ങനെ ഈ ട്രാക്ടർ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നേ എന്ന് ചോദിക്കുന്നു. നീ എന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് കമന്റ് പറയുവാണോ? ഈ പറയുന്ന നിനക്ക് ഓടിക്കാൻ പറ്റുമോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഷെൻഷൻ കൂളായി ഓക്കെ എന്ന് അവിടുന്ന് മാറ് എന്നാണ് പറയുന്നത്. നീ ഡ്രൈവ് ചെയ്യേ, എനിക്ക് ഇനിയും ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ് ബോക്സ് റിപ്ലൈ കൊടുക്കുന്നത്. നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നിന്നെ കൊല്ലാൻ എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ ഞാൻ എന്തായാലും നിന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാനത്ര ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. ബട്ട് ഞാൻ ജയിച്ചാൽ ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കണം. നീ ജയിക്കുവാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ ഞാനും കേൾക്കാം എന്ന് ഷെൻഷൻ പറയുന്നു. ഈ ഒരു ചലഞ്ച് ബോക്സും ആക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരും സീറ്റ് ചേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ ഷെൻഷൻ ഡ്രൈവ് ചെയ്യുന്നു. ഷെൻഷൻ നല്ല സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവൾ ഡ്രൈവ് ചെയ്യുന്നത് കണ്ട് നിനക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയോ എന്ന് ചോദിച്ച ബോക്സു ഒന്ന് പതുക്കെ പോ എന്ന് പറയുന്നു. എന്തായാലും ഷെൻഷൻ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബോക്സു ഞാൻ ചെറുതായിട്ട് വോമിറ്റ് ചെയ്തു, നിനക്കറിയോ അത്? അല്ല, നീ എവിടുന്ന ഡ്രൈവിംഗ് ഓടിച്ചേ, സ്കൂളിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ എന്റെ അച്ഛൻ ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ പാട്ടുപാടി കിടക്കുന്നത് കാരണം കോളേജിലൊന്നും സീറ്റ് കിട്ടില്ല എന്ന് അച്ഛന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സോ 18 വയസ്സായതും എന്നോട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ ചിന്തിച്ചത് ജീവിക്കാനൊരു സ്കില്ല് എന്ന് മാത്രമായിരുന്നു. എന്നാ ആ ഒരു ഡിസിഷൻ അച്ഛന്റെ ജീവിതം തന്നെ രക്ഷിച്ചു. ഒരു ദിവസം രാത്രി അച്ഛൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വയ്യാതായി. സോ ഞാൻ ഡ്രൈവ് ചെയ്തു. ആ ട്രക്കിലെ ലോഡ് കാറുകളായിരുന്നു. ഓരോ മണിക്കൂറിലും 120 യാർഡ് സ്പീഡിൽ. നിനക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? 18 വയസ്സുള്ള ഒരു ക്യൂട്ട് ചാമിങ് സുന്ദരി കുട്ടി ട്രക്ക് ഓടിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ എന്തൊരു അടിപൊളിയായിരിക്കും അല്ലേ എന്ന് ബോക്സുവിനോട് ചോദിക്കുന്നു. അവൻ സത്യത്തിൽ കഥയൊക്കെ കേട്ട് ഇംപ്രസ് ആയിട്ടുണ്ടെങ്കിലും ഷെൻഷൻ അവളെ തന്നെ സുന്ദരി എന്ന് വിളിച്ചത് അവൻ അത്ര ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതും പറഞ്ഞ് അവൻ അവളെ കളിയാക്കുന്നു. ഞാനത് വിശ്വസിക്കില്ല, നീ ബ്യൂട്ടിയാണെന്നോ? എന്റെ ദൈവമേ എന്നാണ് അവൻ അവളോട് ചോദിക്കുന്നത്. ഷെൻഷൻ ഇപ്പോ പ്രോമിസിന്റെ കാര്യം ചോദിക്കുന്നു. ബോക്സു അത് അവളോട് പറയാൻ പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് പോ എന്ന് ഷെൻഷൻ പറയുന്നു. എന്നാ ബോക്സു അതിന് സമ്മതിക്കുന്നില്ല. ഷെൻഷൻ നീയൊക്കെ ഒരു ആണാണോ? വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. അവനാണെങ്കിൽ ഞാൻ ആണല്ല പെണ്ണാണ് എന്നും പറഞ്ഞ് കളിയാക്കി കയറുന്നു. നെക്സ്റ്റ് ഡേ പ്രസിഡന്റ് ഡയറക്ടർ ഡൂവിന് വയ്യാത്തത് കാരണം ഞാൻ പോയി നിന്റെ അച്ഛനെ മീറ്റ് ചെയ്ത് ഈ മെഡിസിൻ കൊടുത്തിട്ട് വരാം, നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് ഡയറക്ടർ ഡൂവിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പൊ പ്രസിഡന്റ് ഡയറക്ടർ ഡൂവിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് വന്ന് മെഡിസിൻ കൊടുക്കുന്നു. നിന്റെ കമ്പനി പെട്ടെന്ന് ലിസ്റ്റഡ് ആവില്ലേ, നീ അപ്പൊ എപ്പോഴാ വൈസ് പ്രസിഡന്റിനെ ഒഴിവാക്കാൻ പോകുന്നത് എന്ന് ഡയറക്ടർ ഡൂവിന്റെ അച്ഛൻ ചോദിക്കുന്നു. ഞാൻ എന്തിനാ വൈസ് പ്രസിഡന്റിനെ ഡിസ്മിസ് ചെയ്യുന്നത്? അത് ഇൻവെസ്റ്റർ കമ്പനിയുടെ തീരുമാനമാണ്. കോൺട്രാക്ട് എന്തിനാ ഞാൻ തെറ്റിക്കുന്നത് എന്ന് പ്രസിഡന്റ് ചോദിക്കുന്നു. ഡയറക്ടർ ഡൂവിന്റെ അച്ഛൻ വൈസ് പ്രസിഡന്റ് കാരണം എന്റെ മോൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. സോ നീ അവളെ ഡിസ്മിസ് ചെയ്യണം, നീ വിചാരിച്ചാൽ അത് ചെയ്യാം എന്ന് പറഞ്ഞ് നീ അവളെ ഡിസ്മിസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിന്റെ കമ്പനിയുടെ ഫിനാൻസ് അക്കൗണ്ട് ഡോക്യുമെന്റ്സ് എനിക്ക് പുറത്ത് കാണിക്കേണ്ടി വരും എന്ന് പറയുന്നു. പ്രസിഡന്റ് കമ്പനി ലിസ്റ്റഡ് ആയ നിങ്ങളുടെ മകൾക്ക് നേട്ടം ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റിനെ ഡിസ്മിസ് ചെയ്യാൻ എനിക്ക് ഒരു റീസണും ഇല്ല എന്ന് പറയുന്നു. നിനക്ക് ഡൂവിനെ ഇഷ്ടമല്ലെങ്കിൽ നീ അവളെ ഡിവോഴ്സ് ചെയ്യേ. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞാൻ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയറക്ടർ ഡൂവിന്റെ അച്ഛൻ ചൂടാവുന്നു. പ്രസിഡന്റ് ഉടനെ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നേ? നിങ്ങൾക്ക് പ്രായമായില്ലേ, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കുക, അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞ് ഒച്ചയിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. ഈ ഒരു ടെൻഷനിൽ ഡയറക്ടർ ഡൂവിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഡയറക്ടർ ഡൂവിന് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നു. ഡൂ യുവാൻ എന്ന് പറയുന്ന പേഷ്യന്റ് ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചിട്ടുണ്ട്. ബോഡി വീട്ടിലെത്തിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ദയവേത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എന്ന് പറയുന്നതും ഡയറക്ടർ ഡൂ എന്ത് എന്ന് ചോദിച്ച് ഞെട്ടി എഴുന്നേക്കുന്നു. ഇതോടുകൂടെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.